നോക്കണ്ട. കാണാകണം ദേവ കാണാകണം. നമുക്ക് മേളിലോട്ട് കയറാൻ പറ്റില്ലല്ലോ, പക്ഷെ ഇഷ്ടംപോലെ കിടക്കണ്ടട്ടാ. കഴിച്ചോക്ക്. ഗുഡ് മോർണിംഗ് ഗൈസ്, 24 മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ വീഡിയോ കേട്ടാ. ജസ്റ്റ് വേറെ ഒന്നുമല്ല, ജസ്റ്റ് ജോഗിങ്ങിന് പോണ വീഡിയോ അല്ലേ? നീ എന്തെങ്കിലും ഉഷാറില്ലാന്നിരിക്കണേ? ഉറക്കം. നീയാണ് പറഞ്ഞത് നമുക്ക് 1-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ കേട്ടാ. ഇത് 1-ാം തീയതി കഴിഞ്ഞു. എത്രാം തീയതി? 7-ാം തീയതി. എല്ലാ മാസം 1-ാം തീയതി ഉള്ള കാരണം പിന്നെ ഇവളുടെ വാക്കിൽ പിന്നെ അതിനൊരു വില കൽപ്പിക്കുന്നില്ലേ ഈ കാര്യത്തിൽ കേട്ടാ. അപ്പൊ നമ്മള് പോവാണ്. നമ്മളിവിടെ അടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ട്, ഷാർജ പാർക്ക്. ഷാർജ ഏത് പാർക്കാ? അൽനാദ പാർക്ക്. അപ്പൊ ഷാർജ അൽനാദ. പിള്ളേരെ കൊണ്ടുപോകണ്ട. പിള്ളേരെ കൊണ്ടുപോകണം. അവിടെ ജസ്റ്റ് ജോഗിങ്ങുള്ള ട്രാക്ക് ഒന്നും ഇല്ല, എന്നാലും ചുമ്മാ നടക്കാനും ചെറിയ എക്സസൈസ് ചെയ്യാനൊക്കെ ആയിട്ട് അത് മതിയാവും. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് അല്ല, നമുക്കത് അങ്ങനെ തുടങ്ങാം. ഞാൻ ഓടൂല കേട്ടോ. ഞാൻ ഓടാണ്ട് എന്തിനാ? ഓടണ്ട, ജോഗ് ചെയ്താ മതി. നീ ഓടണ്ട, ജോഗിങ്ങിന് വന്നാ മതി. ഓക്കെ, ഇപ്പൊ ഓടണ്ടല്ലോ നീ. ഞാൻ ഫുൾ എനർജി. പക്ഷെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴല്ല ഒരു നമ്മുടെ പണ്ടത്തെ ഒരു ഇത്. നമ്മള് പണ്ട് ഇങ്ങനെ പോകില്ലായിരുന്നോ കുട്ടികളൊക്കെ ആവണേന് മുന്നേ? പണ്ട് നമ്മള് സ്ഥിരം ജോഗിങ്ങിനൊക്കെ പോകാറുണ്ടാ. ഇപ്പൊ ഒന്നാമത് ഞാനിപ്പോ അബുദാബിയിലായ കാരണം ഒന്നിനും നമുക്ക് ഒട്ടും ടൈം കിട്ടുന്നില്ല, അതാണ് വേറെ കാര്യം. അപ്പൊ അത് കാരണം ഒട്ടും സമയമില്ല. അപ്പൊ നമുക്ക് ഉള്ള സമയം കൊണ്ട് ഇപ്പൊ 2 ദിവസം നമുക്ക് കറക്റ്റ് ആയിട്ട് ജോഗിങ്ങിന് പോണം. ചേട്ടായിക്ക് അവിടെ അബുദാബിയിൽ പോയിക്കൂടെ? ഞാൻ അവിടെ ജിമ്മിന് ചേരാൻ പോവാ. ചേട്ടായി വേണമെങ്കിൽ ഓടി തുടങ്ങിക്കോട്ടാ, ഞാൻ പയ്യെ വന്നേക്കാം. ഇവിടുന്ന് ഓടാൻ പറ്റില്ല, വേഗം നടക്ക്. ഓടാൻ പറ്റില്ല. സൂര്യന് ഉദിക്കുന്നതിനൊക്കെ മുന്നേ നമ്മൾ ഓടി കഴിഞ്ഞ് സെറ്റ് ആവണം. അതാണ് മോർണിംഗ് ജോഗിങ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെന്ന്? സൂര്യനോട് ഞങ്ങൾ ഓടി കഴിഞ്ഞിട്ട് വന്നാലിന്ന്. അതുകൊണ്ട് സൂര്യൻ വരാൻ പോണുള്ളൂ, ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. നമ്മുടെ ബിൽഡിങ് ഇതിന്റെ തൊട്ടപ്പുറത്ത് നെസ്റ്റോ, ഷാർജ നെസ്റ്റോ മിയാമാള്, അതിന്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ബിൽഡിങ് വരുന്നത്. അപ്പൊ നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് ഈ പാർക്കിലേക്ക് നടക്കാനായിട്ട് അധികം ദൂരമൊന്നുമില്ല. ജസ്റ്റ് എത്ര മിനിറ്റ്? അവിടെ പാർക്ക്. എനിക്ക് തോന്നുന്നു പാർക്ക് ഇവിടുന്ന് കാണാലോ ചേട്ടാ. ഇവിടുന്ന് നേരെ കാണുന്നതാണ് പാർക്ക്. ചേട്ടാക്ക് ഫുൾ എനർജി ചേട്ടാ. അല്ലെങ്കിൽ നമ്മൾ 2 ദിവസത്തേക്ക് ഭയങ്കര, ഇപ്പൊ തുടങ്ങിയിട്ട് നമ്മൾ ഒരാഴ്ച ഈ ജോഗിങ്, പക്ഷെ എന്നാലും 2 ദിവസത്തേക്ക് ആദ്യത്തെ ഒരു 2-3 ആഴ്ചക്ക് നമ്മൾ ഭയങ്കര ഒരു ഉഷാറായിരിക്കും. പിന്നെ അവസാനം കഴിഞ്ഞപ്പോ ഞാൻ ഉണ്ടിപ്പൊക്കി എടുത്തോണ്ട് വരേണ്ടി വരും. അല്ല, പിന്നെ എന്തെങ്കിലും കാരണം വെച്ചിട്ട് നമ്മൾ മുടങ്ങുക, അല്ലെങ്കിൽ 2 ദിവസം പോവാണ്ടിരിക്കുക, അങ്ങനെ വരുമ്പോ പിന്നെ ഓടാനായിട്ടാണ് ബുദ്ധിമുട്ട് വരാം. അപ്പൊ കാരണം ഇപ്പൊ ഭയങ്കര ഉഷാറാ. ഈ ഉഷാർ അവസാനം വരെ കണ്ടാ മതി. അങ്ങനെ നമ്മള് പാർക്കിലേക്ക് എത്താൻ പോവാട്ടോ. കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ പാർക്ക് എത്തും. ഇതേ അങ്ങനെ നമ്മള് പാർക്കിലേക്ക് എത്താറായി. ആ റോഡ് കണക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പാർക്കിലേക്ക് എത്താം. നമ്മളെ മുന്നേ ഉണ്ടായിരുന്ന റൂം ആയാലും അടുത്ത് ഒരു അതും അല്ലാതെയായിരുന്നു. ദുബായ് അല്ലാതെയാണ് താമസിച്ചായിരുന്നു മുന്നേ. അവിടെയും അല്ലാതെ പോണ്ട് പാർക്ക് ഉണ്ടായിരുന്നു, സുലേഖയുടെ അപ്പുറത്ത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ താമസിക്കുന്നതിന്റെ അവിടത്തെയും ഇതും അല്ലാതെ ഷാർജ അല്ലാതെ നമ്മൾ ഇപ്പുറത്തേക്ക് മാറിയെന്ന് മാത്രം. അപ്പൊ ഇതിന്റെ അടുത്തും ഒരു പാർക്ക് ഉണ്ട്. അത് കാരണം പാർക്കുള്ള കാരണം നമുക്ക് പിള്ളേരിനെ കൊണ്ടുപോയി കളിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സുഖമാണ് അടുത്തുള്ള കാരണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ജോഗിങ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റും. നമ്മള് പിന്നെ അൽനാദയിലെ താമസിക്കൂ, അതങ്ങനെയാ. അതെ, ഈ ദുബായ് അല്ലാതെ ഷാർജ അല്ലാതെയും വലിയ വ്യത്യാസമില്ലാണ്ട് തൊട്ടപ്പുറത്താണ് ബോർഡർ. ഷാർജയിലും ദുബായിലും ബോർഡറാണ് ഈ 2 അൽനാദകൾ തമ്മിൽ. അപ്പൊ അങ്ങനെ ഇവിടെ കുറെ പേര് ഓടാനും ജോഗ് ചെയ്യാനൊക്കെ ആയിട്ട് കുറെ പേര് അകത്ത് ഓടുന്നു, കുറെ പേര് പുറത്ത് ഓടുന്നു, അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് എന്തായാലും അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ചില സമയങ്ങളിൽ ഇവിടെ സെക്യൂരിറ്റി പാസ് ചോദിക്കാറുണ്ട്. അപ്പൊ ഇയർലി എത്രയാ? 10 ദിറംസാ 15 ദിറംസാ അത്രയാണുള്ളൂ. പക്ഷെ അത് അവരുടെ സൈറ്റിൽ കയറിയിട്ട്, മുനിസിപ്പാലിറ്റിയുടെ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ പാസ് എടുക്കണം അതിന്റെ. എന്നാൽ മാത്രമേ അവിടെ കിഡ്സിനുള്ള പ്ലേ ഏരിയയും അപ്പുറത്തുണ്ട്. അങ്ങനെ അപ്പൊ അവിടെ പാസ് എടുത്തിട്ടില്ലെങ്കിൽ ചില സമയത്ത് സെക്യൂരിറ്റി ഒന്ന് പിടിക്കാറുണ്ട്. അതുകൊണ്ട് ഞങ്ങള് ഒരു പാസ് എടുത്തിട്ടുണ്ട്. എടുത്തിട്ട് കുറെ നാളായി, ഇന്ന് ആദ്യമായിട്ടാണ് അത് കഴിഞ്ഞിട്ടും കൂടെ വരുന്നത്. ഇതാണ് അൽനാദ പാർക്ക്. അങ്ങനെ നമ്മൾ പാർക്കിലേക്ക് എൻ്റർ ആയിട്ടാ. നമ്മൾ ഇനി കുറച്ചു നേരം എക്സസൈസ് ഒക്കെ ചെയ്ത്
ക്ഷീണിച്ചിട്ട് വരാം അല്ലെ? മോണിച്ചൻ ഇപ്പളേ ക്ഷീണിച്ചു. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ടുള്ള എക്സസൈസ് ചെയ്തോളാം. ഇരുന്നിട്ട് ചെയ്യാം. ആദ്യം 2 റൗണ്ട് ജോഗിങ് ചെയ്തിട്ട് ഇരുന്നിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാം. ആദ്യം ഒരു റൗണ്ട് നടക്കാം. വാമപ്പ് ആണോ? നമ്മൾ എന്ത് കാര്യം ചെയ്യണെങ്കിലും അതിനൊരു വാമപ്പ് ആവശ്യം അല്ലേ? നൈസായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ സപ്പോർട്ടാണ്. വാമപ്പ് അല്ലേ? അതെ. എന്നിട്ടാ പിള്ളേച്ചന തന്നെയല്ലേ ഉദ്ദേശിച്ചേ? അത് തന്നെയാ ഉദ്ദേശിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഡാഡി മമ്മി വന്നപ്പോ ഇവിടെ കുറെ ഈന്തപ്പഴം പറിച്ച് നടന്നല്ലോ. പഴുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നോക്കാം ഇതൊക്കെ കഴിഞ്ഞിട്ട്. ഇത് കഴിഞ്ഞിട്ടാ? ചേട്ടാ ഈ ഇവിടെയൊക്കെ ഈന്തപ്പഴം പഴുത്ത് നിക്കുന്നുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ? എക്സസൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? കുറച്ച് എന്തെങ്കിലും തിന്നാന്താ? വയ്യാണ്ടായ ശരിയാട്ടെ. ഇവിടെ ഈ പറഞ്ഞ പോലെ ഡേറ്റ്സ് ഈന്തപ്പഴം നന്നായി പഴുത്ത് നിൽക്കുന്നുണ്ട്. പഴുത്ത് കൊറേ കൊഴിഞ്ഞു വീണ് തുടങ്ങി. കൊഴിഞ്ഞു വീഴെന്താ നമ്മൾ എടുക്ക? കൊറേ കൊഴിഞ്ഞും കാര്യങ്ങളൊക്കെ വീണ് തുടങ്ങി. പക്ഷെ പൊട്ടിയതൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ. അന്ന് അങ്ങനെയാ മമ്മീന്റെ അടിമല ഇവിടെ കിടക്കണോ കണ്ടത് നമുക്ക്. വർഗീക്ക് ഒന്നും നോക്കണ്ട. അണ്ട നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് ഈന്തപ്പഴം പറക്കാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം ഡാഡി മമ്മി വന്നപ്പോ ഇവിടുന്ന് കൊറേ ഈന്തപ്പഴം എനർജി ആയി. അതിപ്പോ ജോഗിനോ നിങ്ങളെ എനർജി നിനക്ക് ഈന്തപ്പഴം പറക്കാനാണല്ലോടി. കഴിഞ്ഞ പ്രാവശ്യം ഡാഡി മമ്മി വന്നിട്ടുണ്ടല്ലോ, എന്തോരായിരുന്നറിയാവോ? എനിക്ക് വന്നിട്ട് ഒരു 10-12 കിലോ അവര് ഇവിടുന്ന് പറക്കിയായിരുന്നു. ടേസ്റ്റ് നല്ല അപാര ടേസ്റ്റ്. അത് കൊറേ മാസങ്ങളിരുന്നു. അത്രക്കുണ്ടായിരുന്നു. ബാ നോക്കാം. ഇവള് ഇന്ന് ഇവിടത്തെ തപ്പലൊന്നും കഴിയുമെന്ന് തോന്നണില്ലാട്ടാ. ചേട്ടന്റെ കൂടെ കൂടി ചേട്ടായെ. എനിക്ക് വയ്യ നിന്റെ ഒപ്പം കൂടെ ഈ ഈന്തപ്പഴം പറക്കാനൊക്കെ ആയിട്ട്. മമ്മി ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് ചേട്ടായിനൊന്നും ആശ്രയിക്കേണ്ടി വരില്ലായിരുന്നു. എന്റെ മമ്മിയാണോ നിന്റെ പാർട്ട്ണർ ഈന്തപ്പഴം പറക്കല്? മമ്മീന്റെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പറക്കിയപ്പോ ഇത് പറക്കി കഴിഞ്ഞാൽ ചേട്ടായി കഴിക്കാൻ വരാറുണ്ടല്ലോ. കഴിക്കും. ഇത് കഴിച്ചിട്ട് ഇത് നമുക്ക് ജോഗിങ്ങിന് വരുന്നത് മാത്രല്ല, ജോഗിങ് കഴിഞ്ഞിട്ട് നമുക്ക് പാലിലിട്ട് ഷെയ്ക്ക് പോലെ അടിച്ച് കുടിക്കുകയും ചെയ്യാം, എനർജി ഡ്രിങ്ക് ആയിട്ട്. ഇനി ഇങ്ങോട്ട് വന്നാ മതി. ഒരെണ്ണം പോലും എനിക്ക് പറക്കി തന്നിട്ടില്ല. എന്താ ഒരെണ്ണം ഞാൻ വേണമെങ്കിൽ പറക്കി തരാം. വേണമെങ്കിൽ ഞാൻ ആ മരം തന്നെ മുറിച്ച് നിനക്ക് തരും. അയ്യോ ആണോ? ഇവിടെ കൊറേ നോക്കി. ഇവിടെ നന്നായി കൊല കുത്തി നിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ടടി. ഇഷ്ടംപോലെ ഉണ്ട്. നോക്കിയേ കണ്ടോ? എന്റെ പൊന്നെ, ഇത് ഒരു കൊല മാത്രല്ല കേട്ടോ. ഇത് ഒരു മരത്തിലത്തെ കാര്യം കാണുന്ന. നോക്കിയേ നന്നായി പഴുത്തിട്ടുണ്ട് ഇവിടെ. ഇവിടെ ഒരാള് തുടങ്ങി. കിട്ടിയാ? ഇവിടെ ഉണ്ട് നല്ലതാ. ഇവിടെ നല്ല പഴുത്തതാ. പക്ഷെ ഇത് നന്നായിട്ട് വാഷ് ചെയ്യണം വീട്ടിൽ കൊണ്ടുപോയിട്ട്. എന്നിട്ട് ഡ്രൈ ചെയ്തിട്ട് എടുത്തു വെക്കണം. ചേട്ടായിയെ ഒരു കവർ എടുക്കേണ്ടതായിരുന്നു. കവറോ? ഇവന്റെ കയ്യിൽ ഒതുങ്ങണില്ല. നല്ലത് നോക്കി എടുക്കുകയാണെങ്കിൽ കുറച്ച് കിട്ടുന്നുണ്ടോ? കാരണം ഇത് കൊറേയൊക്കെ ഇങ്ങനെ നിലത്ത് വീണ് നാശമായി പോയിട്ടുണ്ട്. ഇവളുടെ കയ്യിലിരിക്കുന്നത് കുഴപ്പമില്ലാത്ത സാധനങ്ങളാണ്. കഴുകിയെടുക്കാൻ കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഫ്രീ ആയിട്ട് ഈന്തപ്പഴം കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ ഏത് നട്ടപ്പാതിരക്ക് എണീറ്റ് വരും ജോഗിങ്ങിന്. അടിപൊളി. ഒരു 5 ദിറംസിന് പുറത്തുനിന്ന് കിട്ടുന്ന ഒരു സാധനമാണ് ഈ ഡേറ്റ്സ്. ഇവിടുത്തെ 5-10 ദിറംസിനൊക്കെ കിട്ടും. പക്ഷെ ഈ ഫ്രീ ആയിട്ട് നിലത്തുനിന്ന് ഫ്രഷ് ആയിട്ട് പറക്കിയെടുക്കുന്നതിന്റെ ഒരു സുഖം വേറെയാ അല്ലേ? എനിക്ക് വേറൊരു ആഗ്രഹമുണ്ട്. എന്നിട്ടാ? എനിക്കിങ്ങനെ കൊലയോട് കൂടി പറക്കണമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തായിരുന്നു. എന്നാലും എനിക്ക് ഇനിയും ചെയ്യണമെന്നുണ്ട്. കൊലയോട് കൂടി നമുക്ക് വേണമെങ്കിൽ ഇതില് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാ പഴുത്തിട്ട് നിക്കണതല്ല കേട്ടാ. ഇത് രുദ്രാക്ഷം പോലെ നിൽക്കുന്നത് കാണിച്ചു തരാണ്ട. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അതേണ്ട. ഇത് എന്നൊരു സംബന്ധിച്ച് ഉണങ്ങി ചുക്ക് പോലെ, മറ്റേ രുദ്രാക്ഷം പോലെ. രുദ്രാക്ഷം ഒന്നും പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ പറയാണ്. അതുപോലത്തെ ഒരു ഷേപ്പ് പോലെ ചുങ്ങിയിട്ട്. ഇപ്പുറത്ത് കിടക്കുന്നത് നല്ല മഞ്ഞ കളർ. അത് കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. അപ്പൊ നീ അവിടെ നിന്നിട്ട് ഈന്തപ്പഴം പറക്കിക്കോട്ടാ. മതി, അത് മതി തൽക്കാലത്ത്. ഇന്നത്തേക്കുള്ളത് മതി. നാളെ വന്ന് പറക്കാം. നമ്മള് ഡെയിലി വരുന്നില്ലേ. കിളിയൊക്കെ വന്ന് കൊത്തി തിന്നു. കിളിക്കെങ്കിലും കുറച്ച് കൊടുക്കടി.
കിളിക്കേനും കുറച്ച് കൊടുക്ക്. കിളി കഷ്ടപ്പെട്ട് മേളിൽ നിന്ന് പറക്കി തിന്നോട്ടെ. താഴെ എന്തായാലും നമുക്ക് മേളിലോട്ട് കയറാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇഷ്ടംപോലെ കിടക്കണ്ടട്ടാ. നീ എക്സസൈസ് ചെയ്യാനൊപ്പം വരുന്നുണ്ടാ? ആ മതി അവിടെ വെക്ക്. ചേട്ടായി ചെയ്തോ, ചേട്ടായി ചെയ്തോ, ഞാൻ എക്സസൈസ് ചെയ്തോളാം. എനിക്ക് ഇത് എക്സസൈസ് വേണ്ട. ഷാർജ പോലീസ് പിടിക്കണ വരെ ഇത് എക്സസൈസ് എങ്ങനെ? ഇവളെല്ലാ മരത്തിന് ചുറ്റില് ഈ എക്സസൈസാ പറക്കിയിട്ടുണ്ട്. ഇവിടെ ഷാർജ പോലീസ് പിടിക്കുന്നവരുണ്ടാവും. ഇത് വേസ്റ്റ് ആയി പോകുന്നതാ. വേസ്റ്റ് ആയി പോകുന്ന തന്നെയാ. അയ്യോ, ഇവിടുത്തെ ഗവൺമെന്റ് നമുക്ക് കഴിക്കാനും ഓടാനും ഒക്കെ വേണ്ടിട്ടാണ് ഇതൊക്കെ നട്ടു വെച്ചേക്കുന്നത്. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? ഓടാന്ന് ആദ്യം പറഞ്ഞ ശരിയാ, രണ്ടാമത് പറഞ്ഞ ശരിയാണെന്ന് എനിക്കറിയില്ല കേട്ടാ. പിന്നെ ഇതൊക്കെ വേസ്റ്റ് ആണ്. ഫുഡ് വേസ്റ്റ് ചെയ്യാമോ ഗൈസ്? മതി നിന്റെ പറക്കല്. ഇവിടെ ഈ പറക്കല് ഞാൻ വീട്ടിലേക്ക് പോകുന്നുണ്ടാവില്ല. മതി മതി, വായ 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 വായ. എക്സസൈസ് ചെയ്യാൻ വന്ന ജോഗിങ്ങിന് വന്ന ആളാണ് കാണുന്നത് കേട്ടാ. വാ വാ, നീ ഏതെങ്കിലും ഒരു എക്സസൈസ് ചെയ്ത് കാണിച്ചെന്നെ കാണട്ടെ. കഴിഞ്ഞു 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 കഴിഞ്ഞു. എടി നിനക്ക് കൂട്ടായിട്ട് മമ്മി ഇപ്പൊ നാട്ടിലല്ലേ, നിനക്ക് കൂട്ടായിട്ട് അവിടെ വേറെ അപ്പുറത്ത് ചേച്ചി പറക്കുന്നുണ്ട്. കവറൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് അപ്പുറത്ത്. കണ്ടാ ചേട്ടായിക്ക് ഞാൻ പറക്കുന്നോണ്ടല്ലായിരുന്ന പ്രശ്നം. നോക്ക്, ഇപ്പൊ ഞാൻ പറക്കുന്നോണ്ടല്ലായിരുന്ന പ്രശ്നം. അവര് കവറൊക്കെ ആയിട്ടാ വന്ന് പറക്കണം. ഞാൻ നോക്ക് കയ്യില് കഷ്ടപ്പെട്ടിരുന്നു ഒന്ന് എടുക്കേട്ടാ. ഇതൊക്കെ ഒന്ന് കുറച്ച് ചേച്ചിമാര് അവിടെ ഫുള്ള് പറക്കലാട്ടോ കവറൊക്കെ ആയിട്ട്. നീ തൽക്കാലം അവിടെ ഇട്, നമുക്ക് ഒരു കവറായിട്ട് വരാന്ന് വെച്ച് കഴിഞ്ഞാ. പിന്നെ ഇതിന് ഇവിടെ കിടന്നു കഴിഞ്ഞാ പോയി. തൽക്കാലം ഇതിപ്പോ എടുക്കേട്ടോ. വാ, നമുക്ക് ഇത്രയൊക്കെ ഡേറ്റ്സ് കിട്ടിട്ടോ. നല്ലതാടാ ഈ സാധനം. നോക്കിക്കേ, അഴുക്കൊന്നും ആവാത്ത സംഭവം. നല്ല ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല. പൊട്ടിയതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പൊട്ടിയതുണ്ട്, ഞാൻ എടുത്തിട്ടില്ല. ഞാൻ അപ്പുറത്ത് കുറെ ചേച്ചിമാര് പറക്കണം. നല്ല ചേച്ചിമാർക്ക് അവർക്കൊന്നും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. നല്ലതൊന്നും കിട്ടാൻ വഴിയില്ല. കാരണം ഈ കണ്ട ചെടികളിൽ ഈ മരത്തിൽ നിന്നൊക്കെ ഇവളാണ് ഫുള്ള് എടുത്തിട്ടുള്ളത്. നമുക്ക് അതൊക്കെ ചേച്ചിമാർക്ക് കൊടുത്താലോ? കൊടുക്കാം, കൊടുത്തു. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വന്ന് പറക്കാം. ചേച്ചി എടുത്തോ, ഞാൻ വെറുതെ പറക്കിയതാ. ഞങ്ങള് കഴിഞ്ഞ വർഷം ഒരു വീഡിയോ എടുക്കണ്ട്, കുഴപ്പമില്ലല്ലോ. ഞങ്ങൾക്കൊരു ചാനലുണ്ട് അതിന്റെ. അല്ല അതിനകത്ത് നോക്കണ്ട. ഒരു പാട്ട് പാടിയാലോ? പാട്ട് പാടിക്കോ. പാട്ട് പാടി. ചേച്ചി പാട്ട് പാടുന്ന പാട്ടായിക്കോട്ടെ. പാട്ടുകാരിയാണോ? അതൊരു പാട്ടായിക്കോട്ടെ. പാട്ടായിക്കോട്ടെ. പാടിക്കോ. അമ്മയ്ക്ക് വെച്ചു കൊടുക്ക്. കാണാകണം ദേവ കാണാകണം, കയമ്പുവർണ്ണി കാണാകണം, വൃന്ദാവനങ്ങളിൽ കാണാകണം, ഭക്തവൃന്ദങ്ങളിൽ കൃപയുണ്ടാകണം, യദുകുലമാലിനി കാണാകണം, എന്റെ ഹൃദയത്തിൽ ആനന്ദം അരുളിയിടണം. കാണാകണം ദേവ കാണാകണം, കയമ്പുവർണ്ണി കാണാകണം, മഞ്ജുളരൂപിണി കാണാകണം, നിന്റെ മഞ്ചച്ചിരിച്ചിതം കേൾക്കാകണം, അജ്ഞാനമൊക്കെയും പോക്കിയിടണം, എന്നെ വിജ്ഞാനനാക്കി നീ മാറ്റിയിടണം. കാണാകണം ദേവ കാണാകണം, കയമ്പുവർണ്ണി കാണാകണം. അടിപൊളി അടിപൊളി അടിപൊളി. താങ്ക് യു. നാട്ടിലെവിടെയാ? നാട്ടിൽ പത്തനംതിട്ടയാ. പത്തനംതിട്ട. തോന്നിന്നും പോണം, മലയല്ല കേട്ടോ. ഇവിടെ എന്താ ചെയ്യണേ? ഇവിടെ മോള് ജോലിക്ക് വന്നിട്ടുണ്ട്. ഞാൻ മോളുടെ കുഞ്ഞിനെ നോക്കാൻ 8 വർഷം കൊണ്ട് വരുന്നു. അങ്ങനെ എന്നും പാർക്കിൽ വരും. ഇവിടെ അടുത്ത് തന്നെയാണോ താമസം?
അയെല്ലാം പിന്നെ പള്ളിയുടെ ഇറമ്പിലത്തെ ആ ബിൽഡിങ്ങിലാണ്. ഞങ്ങളുടെ മമ്മി കഴിഞ്ഞ വർഷം ഇതേമാതിരി തന്നെ എന്റെ കുട്ടീനെ നോക്കാൻ വേണ്ടി വരുമായിരുന്നു. ചേട്ടയുടെ മമ്മിയാട്ടോ. അപ്പൊ ഇതേമാതിരി ഞങ്ങൾ എല്ലാരും കൂടി വന്ന് വർക്ക് ഞങ്ങള് ഒരു കമ്പനിയിലാണ്ടിരിക്കുന്നു. ഞങ്ങളൊരു 12 കണ്ടുണ്ട്. ഇന്ന് ആരും കണ്ടില്ല. ഇന്ന് വിനായകദർശി ആയതുകൊണ്ട് ആരും വന്നില്ല. ഞങ്ങളിങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു. കൂട്ടുകാരും വന്നില്ല. വട്ടപ്പനെ എവിടാ മുമ്പ് താമസിക്കുന്ന? എവിടാ മോനൊക്കെ നിങ്ങളുടെ നാട് എവിടാ? തൃശ്ശൂരാ. ഞാൻ ഗുരുവായൂർ എല്ലാ വർഷവും വരും. ഞങ്ങള് ഇവിടുന്ന് വരുമ്പോഴേ വരുമായിരുന്നു. അപ്പൊ ചേച്ചിയുടെ പാട്ടൊക്കെ കഴിഞ്ഞു, അടിപൊളിയായി. എന്തായാലും രാവിലെ തന്നെ ജോഗിങ് ചെറിയ നാണക്കാരി അപ്പുറത്തേക്കുന്നു. ചേച്ചി പാടി തന്ന പാട്ടിന്റെ ഫുൾ എനർജിയിലായിരിക്കും നമ്മള്. നല്ല അടിപൊളിയായിരുന്നു. നല്ല നമ്മള് പോകുന്നത് നാണാകണം പാട്ട്. ഓക്കെ, ശരി. അങ്ങനെ ആ ചേച്ചിയുടെ പാട്ടൊക്കെ കഴിഞ്ഞ് ചേച്ചിയുമായി നമുക്ക് ഉണ്ണിയപ്പൊക്കെ തന്നു. കണ്ട, അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ചേച്ചിമാര് ഇതുപോലെ അതേ ആ പോണ ചേച്ചിമാരാട്ടാ. 2 ചേച്ചിമാരുണ്ടല്ലോ. എനിക്ക് വീട്ടിൽ വെച്ച് മമ്മി ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു ഉണ്ണിയപ്പം. ഇവിടെ അച്ഛന്നില്ല, അച്ഛല്ല, പാത്രം ഇല്ല. അത് കാരണം എന്നെ പഠിപ്പിച്ചതാ. പക്ഷെ മറന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി ഉണ്ണിയപ്പ. നമ്മള് ജോഗിങ്ങിന് വരാം, ഇതുപോലെ എണ്ണ പലഹാരങ്ങൾ കഴിക്കാം. അതാണ് നമ്മള്. അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയല്ല. നമ്മൾ ആ ചേച്ചിമാര് തന്ന കാരണം കഴിച്ചോട്ടോ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മള് ഇന്നത്തെ ജോഗിങ് കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് നടക്കാണ്. ആണ് അവിടെ പുല്ല് നനയ്ക്കണോ പുല്ല്. അപ്പൊ നമ്മള് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാം. അല്ല, തോമാച്ചനെ കൊണ്ട് നടന്നെങ്കിൽ ഇഷ്ടമായേനെ. തോമാച്ചനെ കൊണ്ട് എന്തൊരു പ്രശ്നം അറിയോ? ഈ നനയ്ക്കണ വെള്ളത്തിൽ ഇടകൂടെ കിടന്ന് കളിക്കും. അതാണ് വേറെ കാര്യം. അത് ഭയങ്കര സ്മെല്ലുണ്ട്. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. അവരോട് നമ്മുടെ 24 മലയാളി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ മറന്നുപോയി. ആ, ശരിയല്ലോ, മറന്നുപോയില്ലേ? കുഴപ്പമില്ല, സാരില്ല അല്ലേ? നമുക്കൊരു ചായ കുടിച്ചാലോ? എന്തായാലും ഇന്നത്തെ ഉണ്ണിയപ്പവും എണ്ണ പലഹാരം കയറിയുണ്ട്. അപ്പൊ അതിന്റെ ഒപ്പം കുറച്ച് ചായയും കയറാം. ഓക്കെ, ചായയും സമൂസ ആയാലോ? വേണ്ട, ചായ മാത്രം മതി. സമൂസ, എനിക്ക് സമൂസയും വേണം, ഉഴുന്നുവടയും വേണം. എനിക്കും വേണം. ആദ്യം ചായ മാത്രം മതി നിങ്ങൾ പറയണ്ടോ? ഞാൻ കഴിക്കണം കണ്ടിട്ട് ഇവിളിക്ക് ഞാൻ എല്ലാം വേണം. അതാണ് വേറെ കാര്യം. ഞാൻ കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ എല്ലാം ചോദിക്കും ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടോ. ഇവിടെ നമുക്ക് സമൂസ ഉണ്ട്, പുഴുങ്ങിയ മുട്ടയുണ്ട്, ഉഴുന്നുവടയുണ്ട്, പരിപ്പ് വട, അങ്ങനെ സാധനങ്ങൾ, അയ്യപ്പം, ആ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. भैया 2 समोसे दे दो. നല്ല കറക്റ്റ് ചെയ്യാട്ടോ. എനിക്ക് ഈ സമവർത്തിനേക്കാളും നല്ലത് ഇഷ്ടം കറക്റ്റ് ചെയ്യാട്ടോ. നിനക്കോ? എനിക്കും അതെ. എങ്ങനെയുണ്ട്? കഴിച്ചോക്ക്. നല്ല വെജ് സമൂസ കേട്ടോ, നല്ല സമൂസയാ. ഇന്നപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. അപ്പൊ പിന്നെ ജോഗിങ് കഴിഞ്ഞ് എണ്ണ പലഹാരം കഴിച്ചു. ഞാനവിടെ ഈന്തപ്പഴം പറിക്കാനായിരുന്നു. ഇനിയൊന്നും വേണ്ട. ഈന്തപ്പഴം കിട്ടിയില്ലല്ലോ. പക്ഷെ ഈന്തപ്പഴം നമ്മൾ ആ ചേച്ചിമാർക്ക് കൊടുത്തില്ലേ? അത് ചേച്ചിമാർ കൊണ്ടുപോയിക്കോട്ടെ. ഞാൻ പേപ്പർ കൂട്ടി കടിച്ചു. കുറച്ച് കുടിക്കണം. അപ്പൊ നമ്മള് വീട് തറായിട്ടോ. വീണ്ടും തിരിച്ച് നെസ്റ്റോനോട് എത്തി. നമ്മള് നെസ്റ്റോന്റെ തൊട്ടപ്പ ഇതാണ് നമ്മുടെ ബിൽഡിംഗ്. ഈ കാണുന്നത് നെസ്റ്റോന്റെ തൊട്ടപ്പുറത്ത് ബിൽഡിംഗ് ആണ് നമ്മുടെ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.